പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 4th ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ തീർത്തു, റിവിഷൻ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. നമ്മുടെ അതിന് ഏകദേശം 4 പാർട്ടോട് കൂടി അത് ഫിനിഷ് ചെയ്തു. 4 യൂണിറ്റ് ടെസ്റ്റുകൾ നടത്തി, PDF ക്വസ്റ്റ്യൻ തന്നു. സെക്കൻഡ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ദെൻ തേർഡ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. 3നും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് PDF തന്നു. അതിൻ്റെ റിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ അടുത്ത ചാപ്റ്റർ 4th ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ചാപ്റ്ററാണ് ഫിനിഷ് ചെയ്യേണ്ടത്. ടേം എക്സാമിനേക്ക് 5 ചാപ്റ്ററാണ് ഫിനിഷ് ചെയ്യേണ്ടത്, സർക്കിൾസ് വരെ. എന്നിട്ട് അതിനെ റിവിഷൻ നടത്തി കറക്റ്റ് ടേം എക്സാംസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, ന്യൂ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ പേര് 4th ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ്. പേര് പോലെ തന്നെ ഒരു നമ്പറാണ് ന്യൂ നമ്പേഴ്സ്. അല്ലാണ്ട് ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു നമ്പറൊന്നുമില്ല. റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, പോസിറ്റീവ് നമ്പർ, റിയൽ നമ്പർ, നെഗറ്റീവ് നമ്പർ, ഓൾ നമ്പർ, ഇൻഡിജേഴ്സ്, പ്രൈം നമ്പർ, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ന്യൂ നമ്പർ എന്നൊരു സാധനമൊന്നുമില്ല. ന്യൂ നമ്പറിന് ആ ഒരു ചാപ്റ്ററിനെ ഒരു നെയിം ചെയ്താണ് ന്യൂ നമ്പേഴ്സ്. അല്ലാണ്ട് ഒരു നമ്പറിൻ്റെ പേരല്ല ന്യൂ നമ്പർ. ഇവിടെ ന്യൂ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇറാഷണൽ നമ്പേഴ്സാണ്. ഇറാഷണൽ. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താ റാഷണൽ നമ്പേഴ്സ്? P/Q റെപ്രസെൻ്റ് ചെയ്യാൻ. റാഷണൽ നമ്പർ ഈസ് എ നമ്പർ, ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് P/Q ഫോം എന്ന് പറയാം. P/Qയിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 2/3, 4/5, -2/3. P and Q are integer, Q not equal to 0. That is rational number. ഇവിടെ നമ്മൾ പഠിക്കുന്നു irrational നമ്പറാണ്. Irrational number is a number, it cannot be represented by P/Q. It cannot be represented by P/Q. മനസ്സിലായില്ലേ? It cannot be written as in the form P/Q. P/Qയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ന്യൂ നമ്പേഴ്സിൽ നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡ് ഹെഡിങ് വേണം എഴുതി വെക്കുക, റാഷണൽ നമ്പർ എന്ന് എഴുതി വെക്കുക. റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ഈസ് എ നമ്പർ, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ ദി ഫോം P/Q. റാഷണൽ നമ്പർ ഈസ് എ നമ്പർ, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ ദി ഫോം P/Q, where P and Q are integers, Q not equal to 0. Q not equal എഴുതി വെട്ടുന്നതിന് നോട്ട് ഈക്വൽ ടു 0. therefore എക്സാമ്പിൾ എഴുതി വെക്കുക. 2/3, 4/5, -2/3. 3 ഒരു റാഷണൽ നമ്പറാണ്. 0 ഈസ് എ റാഷണൽ നമ്പറാണ്. 3 എന്ന് പറഞ്ഞാൽ 3/1. 0 പറഞ്ഞാൽ 0/1. ഒക്കെ റാഷണൽ നമ്പേഴ്സാണ്. അടുത്ത ലൈനിൽ എഴുതി വെക്കുക, അടുത്ത പോയിൻ്റായിട്ട് എഴുതി വെക്കുക. ഇറാഷണൽ നമ്പർ, IRR, irrational numbers. It is a number cannot be written as in the form P/Q. It is a number cannot be written as in the form P/Q, where Q not equal to 0. P/Qയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയാത്ത നമ്പർ. ഫോർ എക്സാമ്പിൾ √2, √3, √5, √7. ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. റൂട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് റൂട്ട് നമ്പേഴ്സ്. ഇതിൽ ഇത്തരം നമ്പേഴ്സ് √2, √3, √5, √7, √9 ഇറ്റ് ഈസ് നോട്ട് ആൻ ഇറാഷണൽ, ഇറ്റ് ഈസ് എ റാഷണൽ. √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് കുറച്ച് പഠിച്ചിരിക്കണം. പെർഫെക്റ്റ് റൂട്ട്സ് അറിയണം എല്ലാവരും കേട്ടോ. 1 സ്ക്വയർ, 1, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, അങ്ങനെ ഒരു 9th കുട്ടികൾ ഒരു 25 സ്ക്വയർ വരെ അറിഞ്ഞിരിക്കണം. 25 സ്ക്വയർ 625, 24 സ്ക്വയർ 576, 23 സ്ക്വയർ 529, 22 സ്ക്വയർ 484, 21 സ്ക്വയർ 441, 20 സ്ക്വയർ 400. അങ്ങനെ ഒരു കുറച്ച് നമ്പേഴ്സ് 1 to 25 വരെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് വെറുതെ ഇരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് ഇറ്റ് cannot be represented by, it cannot be written as in the form P/Q. P/Qയിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. അങ്ങനെ ഇറാഷണൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കളിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ. ആ ഇറാഷണൽ നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് ന്യൂ നമ്പേഴ്സ്.
ഇതൊരു പുതിയ നമ്പർ ആണല്ലോ. √2 √3 ഇതിൻ്റെ ഓപ്പറേഷൻ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ അഡിഷൻ, അതിൻ്റെ സബ്ട്രാക്ഷൻ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയ കാൽക്കുലേഷൻ ആണല്ലോ. അതുകൊണ്ടാണ് ആ ചാപ്റ്ററിന് ന്യൂ നമ്പേഴ്സ് എന്ന് വന്നത്. അവിടെ നമുക്ക് ആദ്യം ഒരു തിയറത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 7th അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നത്. ട്രയാങ്കിൾസ് എന്ന് പറയുന്ന കേസിൽ പൈതഗോറസ് തിയറം അല്ലേ, പൈതഗോറസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ഒരു തിയറം ഫോം ചെയ്തിട്ടുണ്ട്. എന്താണ് ആ തിയറത്തിൻ്റെ പേര്? പൈതഗോറസ് തിയറം. എന്തായിരുന്നു പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? പറഞ്ഞോളൂ. പൈതഗോറസ് തിയറം എന്തായിരുന്നു? ഇൻ എനി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ any right angled triangle, square of the larger side equal to sum of the squares of other two sides. Square of the larger side equal to sum of the squares of other two sides നെ പറയുന്ന പേരാണ് പൈതഗോറസ് തിയറം. ഇപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ A, B, C ആർ 3 sides. In any right triangle മാത്രമേ പറ്റത്തുള്ളൂ. In any right angled triangle A, B, C A, B, C are 3 sides. Therefore C square equal to A square plus B square. എന്താ C square എന്ന് പറഞ്ഞാൽ? ഹൈപ്പോട്ടന്യൂസ്. ബേസ്, then ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈറ്റ് അഥവാ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് പൈതഗോറസ് തിയറം. അപ്പോൾ വാട്ട് ഇസ് മീൻ ബൈ ഹൈപ്പോട്ടന്യൂസ്? ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഈസ് ഹൈപ്പോട്ടന്യൂസ്. ദെൻ ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. സൈഡ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആ സൈഡിനെയാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുക. അപ്പോൾ സ്ക്വയർ ഓഫ് ദി ലാർജർ സൈഡ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ 2 sides ഈസ് കോൾഡ് പൈതഗോറസ് തിയറം. ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. പൈതഗോറസ് തിയറത്തിലൂടെ റൈറ്റ് ട്രയാങ്കിളിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഇസ് മീൻ ബൈ പൈതഗോറസ് തിയറം ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ എനി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ സ്ക്വയർ ഓഫ് ദി ലാർജർ സൈഡ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ 2 sides. അതാണ് പൈതഗോറസ് തിയറം. അതിൻ്റെ പ്രൂഫ് നിങ്ങളൊന്നും പഠിക്കുന്നില്ല, അതിന് പ്രൂഫുണ്ട്. അത് 10th സ്റ്റേറ്റും പഠിക്കുന്നില്ല, CBSE കുട്ടികളെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പൈതഗോറസ് തിയറത്തിൽ നമുക്ക് ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് ഓരോന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. ദെൻ ബേസ് 2 ആൾട്ടിറ്റ്യൂഡ് 1, വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ്? ബേസ് 2 ആൾട്ടിറ്റ്യൂഡ് 1, ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 square പ്ലസ് 2 square, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു H സ്ക്വയർ ആക്കി എടുക്കുക വേണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസിനെ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു 1 square പ്ലസ് 2 square, 1 + 4 5. H സ്ക്വയർ ഈക്വൽ ടു 5 ആണെങ്കിൽ H ഈക്വൽ ടു എന്താ വരിക? √5 എന്നാണ് വരിക. എന്താ വരിക? √5, സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്നാണ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്പോസേഷൻ പഠിച്ചിട്ടുള്ളത് പോലെ അല്ലേ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 10, എക്സ് ഈക്വൽ ടു √10. എക്സ് സ്ക്വയർ ഈക്വൽ ടു 25, എക്സ് ഈക്വൽ ടു √25. എക്സ് സ്ക്വയർ ഈക്വൽ ടു 36, എക്സ് ഈക്വൽ ടു √36, 6 എന്ന് വരും. √25 5 എന്ന് വരും അല്ലേ. പ്ലസ്സിന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് മൈനസ്. പ്ലസ് ആണ് മൈനസ്, മൈനസ് ആണ് പ്ലസ്, ഇൻറ്റു ആണ് ഡിവൈഡാണ് ഇൻറ്റു സ്ക്വയറാണ് റൂട്ട്. അതാ പഠിച്ചത് അല്ലേ, മുമ്പ് പഠിച്ചതാ. സ്ക്വയർ ആവുമ്പോൾ റൂട്ടായി. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യലും പ്രാക്ടീസ് ചെയ്യലുമാണ് കൺസ്ട്രക്ഷൻ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണിത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷേ കെയർലെസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ അറിയില്ല. ജോമെട്രിയിൽ വരുന്ന കേസ് വളരെ സിമ്പിളാണ്, പക്ഷെ അതിന് സ്റ്റേറ്റ്മെൻറ്റ് ചിലത് ചെയ്യാൻ അറിയില്ല. ആൾജിബ്രയിൽ വരുന്നത് വളരെ സിമ്പിളാണ്, അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ അറിയില്ല. രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. തൽക്കാലം എന്താ പറയുക, ഒന്നും അറിയില്ല. അങ്ങനെയാണ് അതിൻ്റെ കാര്യം വരുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ജോമെട്രി ആണോ ആൾജിബ്രയാണോ? രണ്ടുണ്ട്, രണ്ടിലും പഠിക്കാനുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ചെറിയ ആക്ടിവിറ്റീസിലേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ എന്താ അതിൽ മെയിൻ പഠിക്കുന്ന തിയറം എന്താണ്? പൈതഗോറസ് തിയറംസ് ആണ്. അതൊക്കെ എഴുതി വെച്ചു. അടുത്ത സൈഡ് ഹെഡിങ് എഴുതുക.
മെഷേഴ്സ് ആൻഡ് നമ്പേഴ്സ്. മെഷേഴ്സ് ആൻഡ് നമ്പേഴ്സ് എഴുതി വെക്കുക. ഇൻ ദി ഫിഗർ, in the given figure, the square on the hypotenuse of the right angled triangle, the square on the hypotenuse of the right angled triangle ABC, right angled triangle ABC, find the area and perimeter of that square. Find the area and perimeter of that square. In the picture or in the figure, the square on the hypotenuse of the right angled triangle. ഇവിടെ നോക്കുക, അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ മുകളിൽ ഒരു സ്ക്വയറും തന്നിട്ടുണ്ട്. വരയ്ക്കണേ. ഇത് ഫിഗർ തന്നിട്ടുള്ള ഗിവൺ ഫിഗറാണ്. ABC ആണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിള്. അതിൻ്റെ ബേസ് AB തന്നിരിക്കുന്നത് 1 മീറ്ററാണ്. BC തന്നിരിക്കുന്നത് 1 മീറ്ററാണ്. ഇതിന് DE, ഈ സ്ക്വയറിൻ്റെ ഏരിയ ആൻഡ് പെരിമീറ്ററാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ദി ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദാറ്റ് സ്ക്വയർ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിൽ കിട്ടണം സൈഡ് ഓഫ് ദി സ്ക്വയർ. കേട്ടെ, സൈഡ് ഓഫ് ദി സ്ക്വയർ കിട്ടിയാലല്ലേ നമുക്ക് ഏരിയ ആൻഡ് പെരിമീറ്റർ കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പോവാം. ഏരിയ ഓഫ് ദി സ്ക്വയർ എന്തായിരുന്നു കുഞ്ഞു ക്ലാസ് പഠിച്ചത്? എ സ്ക്വയർ, സൈഡ് ഇൻറ്റു സൈഡ്. പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ എന്തായിരുന്നു പഠിച്ചത്? 4 ഇൻറ്റു സൈഡ്. ഏരിയാസ് ഈക്വൽ എ ഇൻറ്റു എ, പെരിമീറ്റർ ഈക്വൽ 4 ഇൻറ്റു സൈഡ്. ഏരിയ ഈക്വൽ എ ഇൻറ്റു എ, പെരിമീറ്റർ ഈക്വൽ 4 ഇൻറ്റു സൈഡ്. പഠിച്ചതാണ് കുഞ്ഞു ക്ലാസ്സിൽ. ഏരിയാസ് ഈക്വൽ എ ഇൻറ്റു എ, പെരിമീറ്റർ ഈക്വൽ 4 ഇൻറ്റു എ. പെരിമീറ്റർ ഈക്വൽ 4 ഇൻറ്റു എ. പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുമുള്ളത്. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ. ഏരിയാസ് ഈക്വൽ എ ഇൻറ്റു എ, പെരിമീറ്റർ ഈക്വൽ 4 ഇൻറ്റു എ. അപ്പോൾ എ എവിടെ? ഇതിൽ എ എവിടെ? സൈഡ് ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ ABC. ഈ റൈറ്റ് ട്രയാങ്കിൾ ABCയിൽ ബേസ് തന്നിരിക്കുന്നു 1 മീറ്റർ, ഹൈറ്റ് തന്നിരിക്കുന്നു അഥവാ ആൾട്ടിറ്റ്യൂഡ് തന്നിരിക്കുന്നു 1 മീറ്റർ. നമ്മളൊരു ലോ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചു, അതിന് മുമ്പും പഠിച്ചിട്ടുണ്ട്. എന്താ ലോ പഠിച്ചത്? ഹൈപ്പോട്ടന്യൂസ്. AC ആണ് ഹൈപ്പോട്ടന്യൂസ്. എന്തുകൊണ്ടാണ് AC ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ്. 90 ഡിഗ്രി എങ്ങനെയാണ് മനസ്സിലാക്കുക? 2 പെർപെൻഡിക്കുലർ മീറ്റ് അറ്റ് എ പോയിന്റ് 90 ഡിഗ്രി അല്ലേ. ഇനി AC കാണണം. AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഓർത്തിരിക്കണം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പറഞ്ഞാട്ടെ, ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. സ്ക്വയർ ഓഫ് ദി ലാർജർ സൈഡ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ 2 സൈഡ്സ്. അപ്പോൾ AC കാണണം. AC സ്ക്വയർ ഈക്വൽ ടു AB 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ എത്രയാ? ചിലവർ പറയും 2. ഭയങ്കര കഴിവാണ് ചിലവർക്ക്. കാരണം എന്താ? 1ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 ഇൻറ്റു 2 2. ഓ റൈറ്റ് ഇഡിയ. 1ൻ്റെ സ്ക്വയർ 1 ഇൻറ്റു 2 ആ. 1 ഇൻറ്റു 1 1. ചിലവർക്ക് തെറ്റിപ്പോകാറുണ്ട്. 1 ഇൻറ്റു 1 2. അബ്ബാര ബുദ്ധിമാന്മാർക്ക് തെറ്റിപ്പോവുക. 1 സ്ക്വയർ 1, 1 സ്ക്വയർ 1 2. AC സ്ക്വയർ ഈക്വൽ ടു 2 ആണെങ്കിൽ AC എത്രയാണോ വരിക? സ്ക്വയർ ആണെങ്കിൽ റൂട്ട്. സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറി? റൂട്ട്. ദെൻ സൈഡ് AC is equal to root 2. സൈഡ് AC is equal to root 2. അപ്പോൾ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും കിട്ടിയല്ലോ. ഏരിയാസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്, എ ഇൻറ്റു എ, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. എത്രയാ? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എത്രയാ? റൂട്ട് 4. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 മീറ്റർ സ്ക്വയർ.
√5 ഇൻറ്റു √5 √25 5. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണ്ട, അതിൻ്റെ റൂട്ട് ക്യാൻസൽ ചെയ്താൽ മതി. √3 ഇൻറ്റു √3 3. √2 ഇൻറ്റു √2 2. √6 ഇൻറ്റു √6 6. √10 ഇൻറ്റു √10 10. √10 ഇൻറ്റു √10 10. √20 ഇൻറ്റു √20 20. റൂട്ട് അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ ഏരിയ കിട്ടിയ. ഇനി പെരിമീറ്റർ ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ് 4 ഇൻറ്റു √2 4 √2 4 ഇൻറ്റു √2 4 √2 മീറ്റർ സ്ക്വയർ ഏരിയയ്ക്കാണെന്ന് കോമൺ സെൻസിൽ നമുക്കറിയാം. മീറ്റർ യൂണിറ്റിൽ സ്ക്വയർ വരില്ല പെരിമീറ്ററിന്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സൈഡ് ഓഫ് ദി സ്ക്വയർ. വിച്ച് പ്രോപ്പർട്ടി? യൂസിങ് പൈതഗോറസ് പ്രോപ്പർട്ടി, പൈതഗോറസ് തിയറം. അവിടെ സൈഡ് കിട്ടി, ഏരിയ കിട്ടി, പെരിമീറ്റർ കിട്ടി, ഫുൾ മാർക്ക് കിട്ടി. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ന്യൂ നമ്പർ വന്നല്ലോ. എന്താ ന്യൂ നമ്പർ? ഇറാഷണൽ നമ്പർ. സ്ക്വയർ റൂട്ട് വരുന്ന നമ്പേഴ്സാണ് ന്യൂ നമ്പർ എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. In the picture, the square on the hypotenuse of the topmost right triangle is drawn. Calculate the area and length of a side of the square. Calculate the area and length of a side of the square. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. 4 റൈറ്റ് ട്രയാങ്കിളാണ്, 4 റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതാ ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതിൻ്റെ മുകളിൽ നിന്ന് കണക്ട് ചെയ്ത് അടുത്ത റൈറ്റ് ട്രയാങ്കിൾ, വേറെ റൈറ്റ് ട്രയാങ്കിൾ, അനദർ റൈറ്റ് ട്രയാങ്കിൾ, അതിൻ്റെ മുകളിലൊരു സ്ക്വയർ. എന്താ സ്പൈഡർ നെറ്റ് പോലെയാണ് പോണത് അല്ലേ? ഫസ്റ്റത്തെ മെഷർമെൻറ്റ് 1 മീ, ഇവിടെ 1 മീ, ഇവിടെ 1 മീ, ഇവിടെ 1 മീ. സൈഡിലെ മെഷർമെൻ്റ് ഒന്നുമില്ല, നമുക്ക് അവിടെ പേരായിട്ട് കൊടുക്കുക. ABCDEFGH. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെയിംസ് ഒന്നും അവർ തരില്ല, പിക്ചർ അവർ തരും, മെഷർമെൻറ്റും തരും. 1 മീ 1 മീ 1 മീ തരും. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ABC, സെക്കൻഡ് ട്രയാങ്കിൾ ACD, തേർഡ് ട്രയാങ്കിൾ ADE, ഫോർത്ത് ട്രയാങ്കിൾ AEF, സൈഡ് സ്ക്വയർ AF കിട്ടണം. ഇവിടുന്ന് കണ്ട് AC, സെക്കൻഡിൽ നിന്ന് AD, തേർഡിൽ നിന്ന് AE, ഫോർത്തിൽ നിന്ന് AF, അങ്ങനെ പോകണം. ഫസ്റ്റിൽ നിന്ന് AC, സെക്കൻഡിൽ നിന്ന് AD, തേർഡിൽ നിന്ന് AE, ഫോർത്തിൽ നിന്ന് AF. കുറച്ച് പണിയുണ്ട്, കുറച്ച് അധ്വാനിക്കണം. ഓക്കെ. ആദ്യം AC ഇൻ ട്രയാങ്കിൾ ABC. AC സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. AC സ്ക്വയർ ഈക്വൽ ടു 2. AC ഈസ് ഈക്വൽ ടു √2. അവിടെ √2 പിക്ചറിൽ തന്നെ അങ്ങ് എഴുതിച്ചാൽ വലിയ പണിയായിട്ട് കുറഞ്ഞ്. അടുത്തത് സെക്കൻഡിൽ നിന്ന് AD ഇൻ ട്രയാങ്കിൾ ACD. AD സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ. 1ഉം √2. ഇവിടെയൊക്കെ 90 ആണ്, മാർക്കിംഗ് ഉണ്ടാവും, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ AD എത്ര വരും? 1ൻ്റെ സ്ക്വയർ 1, √2ൻ്റെ സ്ക്വയർ 2 ആണ്, 1 + 2 3 ആണ്, √3. AD ഈക്വൽ ടു √3 വന്ന്. ദെൻ നെക്സ്റ്റ് AE ഈസ് ഈക്വൽ ടു AD സ്ക്വയർ √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡും ബേസും. √3ൻ്റെ സ്ക്വയർ എത്രയാണ് ഞാൻ പറഞ്ഞത്? √3 ഇൻറ്റു √3 3. 3 + 1 4. 4ൻ്റെ റൂട്ട് എത്രയാണ് വരിക? 2. A2 എത്രയാണ്? 2 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ AC √2, സെക്കൻഡ് ട്രയാങ്കിൾ AD √3, തേർഡ് ട്രയാങ്കിൾ AE2, ഫോർത്ത് ട്രയാങ്കിൾ AF കാണണം. AF ഇസ് ഈക്വൽ ടു √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 4. 4 + 1 എത്ര? 5. AF റൂട്ട് കണ്ട് ഡയറക്റ്റ് റൂട്ട് തന്നെ എഴുതിക്കഴിഞ്ഞ്. അപ്പോൾ AF എത്ര കിട്ടി? √5. സൈഡ് ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു √5.
ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റെപ്പ് എത്തുമ്പോഴേ സൈഡ് ഓഫ് ദി സ്ക്വയർ കിട്ടുള്ളൂ. ഒരു ചങ്ങായിക്ക് ആദ്യം തന്നെയാണ് കാണണമെന്ന് വിചാരിച്ചാലോ ഒന്നും നടക്കില്ല. ദെൻ എന്താ കാണാൻ പറഞ്ഞത്? ഏരിയ ആണോ സൈഡ് കിട്ടി. ഏരിയ ഓഫ് ദി സ്ക്വയർ. ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് √5 ഇൻറ്റു √5 5 മീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 5 മീറ്റർ സ്ക്വയർ. ഇനി പെരിമീറ്റർ കാണുകയിൽ അതും പ്രശ്നമില്ല. 4 ഇൻറ്റു സൈഡ് 4√5. അപ്പോൾ തിയറത്തിലൂടെ എങ്ങനെ നമ്മൾ ഈ ചങ്ങല കണ്ടുപിടിച്ചല്ലോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്, അതിലൂടെ എങ്ങനെ പോയി. അപ്പോൾ പെരിമീറ്റർ കിട്ടി, സൈഡ് കിട്ടി, ഏരിയ കിട്ടി, ഭംഗിയായി. അപ്പോൾ ഇവിടെ കണക്ഷനാണ്, കണക്റ്റഡ് ആയിട്ടുള്ള ഫിഗറാണ്. നല്ല രസകരമായ ഫിഗറായിരിക്കും. ആ ഫിഗർ എടുത്ത് വരയ്ക്കുക, അതിൽ മെഷർമെൻറ്റ് എഴുതുക, പൈതഗോറസ് അപ്ലൈ ചെയ്യുക, ചെക്ക് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് പോരുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് ആക്ടിവിറ്റി ചെയ്തു. അടുത്തൊരു ആക്ടിവിറ്റി എഴുതുക, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. എ സ്ക്വയർ ഈസ് ഡ്രോൺ ഓൺ ദി altitude of an equilateral triangle of side 2 meter. Sub question A, what is the area of the square? Second, what is the altitude of the triangle? Third, what are the lengths of the other two sides of the triangle shown below? വേറൊരു ട്രയാങ്കിൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിഗറാണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുക. വാട്ട് ഈസ് മീൻ ബൈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഓൾ സൈഡ്സ് ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് കോൾഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓൾ ആംഗിൾ 60 ഡിഗ്രി. ദെൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ബൈസെക്ട് ദി ബേസ്, ബേസിനെ ബൈസെക്ട് ചെയ്യുന്നു. ABC is an equilateral triangle. AD altitude. Then AD is the side of the square. അപ്പോൾ ഫസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് കണ്ടാലേ ഏരിയ കാണാൻ പറ്റത്തുള്ളൂ. ദെൻ സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 2 മീറ്റർ ആണ്. ബേസ് 1 മീറ്റർ ആക്കുന്നു. എന്താ ബേസ് 1 മീറ്റർ ആക്കുന്നത്? ആൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ബൈസെക്ട് ദി ബേസ്, ബേസിനെ ബൈസെക്ട് ചെയ്യുന്നു. ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് ആദ്യം ആൾട്ടിറ്റ്യൂഡ് കാണണം. നമ്മൾ നേരത്തെ തിയറം പഠിച്ചിട്ടുണ്ട്. ആ തിയറത്തിൻ്റെ പേരെന്തായിരുന്നു? മറന്നു പോകരുത്. പൈതഗോറസ്. അതിൽ നമുക്ക് AD കണ്ടുപിടിക്കാമല്ലോ. AD സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡ് കാണാൻ സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ. AD സ്ക്വയർ മൈനസ് BD സ്ക്വയർ, AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ. അറിയാത്തവർ വീണ്ടും എഴുതി വെച്ചോളൂ. എന്ത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കാണാൻ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസ് കാണേണ്ടത്. ഇനി ആൾട്ടിറ്റ്യൂഡ് കാണണമെങ്കിൽ A സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ബേസ് സ്ക്വയർ കാണാൻ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അത് എഴുതി വെക്കുക, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ AD ഹൈപ്പോട്ടന്യൂസ് അല്ല, AD ആൾട്ടിറ്റ്യൂഡ് ആണ്. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 4 മൈനസ് 1 3. AD എത്ര വരും? √3 എന്ന് വന്നു. ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √3 എന്ന് വന്നു. ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ √3 മീറ്റർ എന്ന് കിട്ടി. ആൾട്ടിറ്റ്യൂഡ് കിട്ടി. ഇനി എന്താ അതിൽ കാണാൻ പറഞ്ഞത്? ക്വസ്റ്റ്യൻ എന്താ കാണാൻ പറഞ്ഞത്? സെക്കൻഡ് വാട്ട് ഈസ് ഫസ്റ്റത്തത്? ഏരിയ ഓഫ് സ്ക്വയർ കാണണം. അപ്പോൾ സൈഡ് ഓഫ് ദി സ്ക്വയർ കിട്ടിയല്ലോ, √3. ഏരിയ ഓഫ് ദി സ്ക്വയർ √3 ഇൻറ്റു √3 3 മീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽ ടു 3 മീറ്റർ സ്ക്വയർ എന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി ആക്കി വെക്കുക. പൈതഗോറസ് തിയറത്തിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണിത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. നമ്മൾ ഹൈപ്പോട്ടന്യൂസിന് ആണ് അവിടെ ഫോക്കസ് ചെയ്തത് അല്ലേ. അതർ 2 സൈഡ്സ് കാണാനാണ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 2 കേസ് ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കിട്ടി, പൈതഗോറസ്. ദെൻ √3, ദാറ്റ് ഈസ് സൈഡ് ഓഫ് ദി സ്ക്വയർ. ഏരിയാസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് √3 ഇൻറ്റു √3 3 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കഴിഞ്ഞു.
ഇനി തേർഡ് ക്വസ്റ്റ്യന് വേറെ ഒരു ഫിഗർ തന്നെ അവർ തന്നിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നെ തന്നിട്ടുണ്ട്. ആ ഫിഗറാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അവർ തന്ന ഫിഗറാണ്. ആ ഫിഗറാണ് നമുക്കിവിടെ വരയ്ക്കേണ്ടത്. ഒരു സിംഗിൾ റൈറ്റ് ട്രയാങ്കിൾ അവർ ഓൾറെഡി തന്നു. ആ റൈറ്റ് ട്രയാങ്കിളിൽ അവർ തന്നിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് 60 ഡിഗ്രി, ഈ ആംഗിൾ 30 ഡിഗ്രി, ഇവിടെ 2 മീറ്റർ, സൈഡ് 2 മീറ്ററാണ് തന്നിരിക്കുന്നത്. അതിന് ഞാനൊരു നെയിം കൊടുത്തു, ABC എന്ന് കൊടുത്തു. ABC ഒരു ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിളാണെന്നുള്ളത് പറയാൻ കാരണം എന്താ? റൈറ്റ് ട്രയാങ്കിളാന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? 30 60 തന്നാൽ അതിൻ്റെ തേർഡ് ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ ഒരു നിയമം ഉണ്ടാക്കി വെക്കണം. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലൊക്കെ 2 സെറ്റ് സ്ക്വയർ എല്ലാവരും കണ്ടിട്ടുണ്ട്. സെറ്റ് സ്ക്വയർ, പലരും സെറ്റ് സ്ക്വയർ എന്തിനാണ് എന്നുള്ളത് പോലും ഡൗട്ടുണ്ട്. ഈ സെറ്റ് സ്ക്വയർ ആവശ്യമുണ്ടോ എന്നൊക്കെ ഡൗട്ട്. സെറ്റ് സ്ക്വയർ, ഒരു സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയാണ്. ഒരു സെറ്റ് സ്ക്വയർ 45 90 ഇല്ലെങ്കിൽ സംശയമുള്ളവർ അത് മെഷർ ചെയ്ത് നോക്കുക. അവിടെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയും 45 ഡിഗ്രി 90 ഡിഗ്രിയും ആ 2 റൈറ്റ് ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു സൈഡ് റിലേഷൻ ഉണ്ട്. ആ റിലേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു നൈസായിട്ട് പഠിച്ചാൽ മതി. ഹയർ ക്ലാസ്സിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണത് കേട്ടോ. ഇവിടെ നമുക്കെന്ത് പറയാം? ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ എഴുതി വെക്കണം അടിയിൽ. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, in any right triangle of angles 30 degree, 60 degree, 90 degree, the sides are in the ratio 1:√3:2. Sides are in the ratio 1:√3:2. ഏതൊരു റൈറ്റ് ട്രയാങ്കിളും 30 60 90 ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള ഫൈനൽ റേഷ്യോ 1:√3:2 ആയിരിക്കും. ഓക്കെ, ഏതൊരു റേഷ്യോവും ഏതൊരു സൈഡാണെങ്കിലും, ഏത് 30 60 90 വരുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുക, 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 ആണ്. അതായത് സ്മോളർ സൈഡ് ഓപ്പോസിറ്റ് ഓഫ് 30 ഡിഗ്രി, ലാർജർ സൈഡ് ഓപ്പോസിറ്റ് ഓഫ് 90 ഡിഗ്രിയാണ് വരിക. അപ്പോൾ 30 ഡിഗ്രിയുടെ സൈഡ് 2 ആണെങ്കിൽ എത്രയായിരിക്കും വരിക? 2:2√3:4 എന്നാണ് വരിക. 2 ആണെങ്കിൽ ഇവിടെ 1:√3:2 തന്നെ എഴുതാൻ പറ്റുമോ? 2 വരുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് മാറും, സൈഡ് മാറും, റേഷ്യോ സെയിം ആയിരിക്കും. സൈഡ് എന്താണ് വരുന്നത്? 2 ആയി, 2√3 4 ആയി. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താ? 1:√3:2 തന്നെ. ഇനി 3 ആണെങ്കിലോ 3:3√3:6, 3ൻ്റെ ഡബിൾ 6. 4 ആണെങ്കിൽ 4 4√3 8, 5ന് 5 5√3 10, 10ന് 10 10√3 20, 7ന് 7 7√3 14. അപ്പോൾ സ്മോളറും ലാർജറും ആണ് ഇവിടെ റിലേഷൻ പറയുന്നത് അല്ലേ? സ്മോളർ 1 ആയാൽ ലാർജർ 2, സ്മോളർ 2 ലാർജർ 4, സ്മോളർ 3 ലാർജർ 6, സ്മോളർ സൈഡ് 4 ആണേൽ ലാർജർ സൈഡ് 8, സ്മോളർ സൈഡ് 5 ആണേൽ ലാർജർ സൈഡ് 10, സ്മോളർ സൈഡ് 10 ആണേ ലാർജർ സൈഡ് 20, സ്മോളർ സൈഡ് 7 ആണേ ലാർജർ സൈഡ് 14. ആ ലെങ്ത്തിനനുസരിച്ചിട്ട് മാറും. പക്ഷേ ഫൈനൽ റേഷ്യോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2. അതുകൊണ്ടാണ് ഇത് ബോക്സിലാക്കി വെക്കാൻ പറയുന്നത്. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി, ദി സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2. അത് പെർമനൻ്റാണ്, 1:√3:2. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനും ഒരു കുട്ടിയും നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടിയും തമ്മിലുള്ള ഏജിൻ്റെ റേഷ്യോ 3:1 ആണ്. 3:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 ഇയറും അവന് അല്ലെങ്കിൽ 1 ഇയർ എന്നാണോ പറയാൻ പറ്റുക? അല്ല, എനിക്കിപ്പോൾ 39 ആണ്, അവന് എത്രയായിരിക്കും വരിക? 13. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? 3:1. അപ്പോൾ 39 ഏജുള്ള ഒരാൾ 3:1 പറയുമ്പോൾ മറ്റേ ആൾക്ക് എത്ര വരും? 13 വരും. 13.
ഓക്കെ, അപ്പോൾ അതിനെ സിംപ്ലസ്റ്റ് ഫോം ആക്കുകയാണ്. 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3യും ഇവിടെ 1ഉം വരുന്നത്. അപ്പോൾ റേഷ്യോ എന്താണ്? 3:1 ആണ്. ഏജിനനുസരിച്ച് ഇങ്ങനെ ഏജ് മാറിക്കൊണ്ടേയിരിക്കും, പക്ഷേ റേഷ്യോ സെയിം ആണ്. ഇവിടെ സൈഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അൾട്ടിമേറ്റ് റേഷ്യോ 1:√3:2 ആണ്. അപ്പോൾ സ്മോളർ സൈഡ് 2 ആണെങ്കിൽ ലാർജർ സൈഡ് 4, സ്മോളർ സൈഡ് 3 ആണെങ്കിൽ ലാർജർ സൈഡ് 6, സ്മോളർ സൈഡ് 4 ആണെങ്കിൽ ലാർജർ സൈഡ് 8, സ്മോളർ സൈഡ് 5 ആണെങ്കിൽ ലാർജർ സൈഡ് 10, സ്മോളർ സൈഡ് 10 ആണെങ്കിൽ ലാർജർ സൈഡ് 20, സ്മോളർ സൈഡ് 7 ആണെങ്കിൽ ലാർജർ സൈഡ് 14. അങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ മിഡിൽ സൈഡൊക്കെ √3 വെച്ച് അങ്ങ് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഈ ഫിഗറിൽ നോക്കുക. 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? ഇവിടെ 2 മീറ്റർ ആണ് അല്ലേ 90യുടെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 1:√3:2 ആണ്. 90യുടെ ഓപ്പോസിറ്റ് ലാർജർ ആണ്, അത് 2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും വരിക. 60യുടെ ഓപ്പോസിറ്റ് എന്താ വരിക? √3 ആണ് വരിക. അവിടെ 1:√3:2 തന്നെയാണ് സൈഡും വരുന്നത്. 1ഉം √3 2 തന്നെയാണ് സൈഡും വരുന്നത്. കാരണം എന്താണ്? 2 ആണ് ലാർജർ, 3 അതിൻ്റെ 60യുടെ ഓപ്പോസിറ്റ്, 30യുടെ ഓപ്പോസിറ്റ് 1. 2 ആണെങ്കിൽ അതിൻ്റെ സൈഡ് സ്മോളർ സൈഡ് വരിക 1. അപ്പോൾ ഓപ്പോസിറ്റ് ഓഫ് 30 ഡിഗ്രിയാണ് സ്മോളർ സൈഡ്, ഓപ്പോസിറ്റ് ഓഫ് 60 ഡിഗ്രിയാണ് ലാർജർ സൈഡ് അല്ല മിഡിൽ സൈഡ്, ഓപ്പോസിറ്റ് ഓഫ് 90 ആണ് ലാർജർ സൈഡ്. 90യുടെ ഓപ്പോസിറ്റ് സൈഡ് 2 തന്നതുകൊണ്ട് 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആയി. ദെൻ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് 1√3 അഥവാ √3. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതിൽ നിന്നാണെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇത് എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? വെറുതെ ഉണ്ടാക്കിയതാണോ? അല്ല. ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ അല്ലേ, ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിനെ നമുക്ക് എഴുതി വെക്കാം അല്ലേ. ആ ഫിഗറിൻ്റെ ആൻസർ നമുക്ക് എന്താ എഴുതി വെക്കാം? തേർഡ് ആൻസർ എന്താ എഴുതി വെക്കാം? അതർ 2 സൈഡ്സ് ആർ √3 മീറ്റർ ആൻഡ് 1 മീറ്റർ എന്ന് എഴുതി വെക്കുക കേട്ടോ. അതർ 2 സൈഡ്സ് ആർ √3 ആൻഡ് 1 മീറ്റർ. ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിന് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് വരച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 60 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇവിടെ ഓൾറെഡി 30 ആയിരിക്കും. നമ്മൾ നേരത്തെ 1 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 2 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് √3 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹാഫ് നോക്ക്. 30 60 90 അല്ലേ. 30 60 90. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താ വരുന്നത്? 30യുടെ ഓപ്പോസിറ്റ് 1, 60യുടെ ഓപ്പോസിറ്റ് √3, ദെൻ 90യുടെ ഓപ്പോസിറ്റ് വരുന്നത് 2. അതിൽ നിന്നാണ് ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ദി സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2. ഓർത്തിരിക്കണേ, 1:√3:2. ലാർജറും സ്മോളറും തമ്മിൽ റിലേഷൻ ഓർത്താൽ മതി. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അതിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇക്വലേറ്ററൽ ട്രയാങ്കിളിനെ ഹാഫ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി 45 45 90 അതിലും അതേപോലെ ഒരു സെറ്റ് സ്ക്വയർ ഉണ്ട്. 45 45 90 അടിയിൽ എഴുതി വെക്കുക. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി sides are in the ratio 1:1:√2. അതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടൻസ് എത്രയായിരിക്കും? √2 ആയിരിക്കും. ഇവിടെ 45ഉം ഇവിടെ 45 ആണ് വരിക ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ 1:1:√2. In any right triangle 45 45 90 degree the sides are in the ratio 1:1:√2. സൈഡ് തമ്മിലുള്ള റേഷ്യോയാണ് പറയുന്നത്. സൈഡ് പറയുമ്പോൾ മെഷർമെൻറ്റ് മാറും, പക്ഷേ റേഷ്യോ സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ സ്മോളർ സൈഡ് 2 ആണെങ്കിലോ 2 2 2√2 3 3 3√2 4 4 4√2 5 5 5√2 6 6 6√2 7 7 7√2. ഇതിൻ്റെയൊക്കെ റേഷ്യോ എന്താണ്? 1:1:√2. ഓക്കെ, 1:1:√2.
അപ്പോൾ ഓർത്തിരിക്കുക, 2 കേസ് പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാൽ നമുക്കത് പിന്നീട് ആവശ്യം വരുന്നൊരു സാധനമാണ്. ഹയർ ക്ലാസ്സിലേക്ക് ജീവിതാവസാനം വരെ നമുക്ക് ആവശ്യമുള്ള ഒരു കേസാണ് എന്ത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ കേസിൽ നമുക്കത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് അതിനുമായി ബന്ധപ്പെട്ട ആ സൈഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതി വെക്കുക. അടുത്ത ആക്ടിവിറ്റി ആയിട്ട് എഴുതുക. ഫൈൻഡ് ദി അതർ 2 sides of the given triangles below. Find the other 2 sides of the given triangles below എന്നാണ് ക്വസ്റ്റ്യൻ. Find the other 2 sides of the given triangles below. അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ട്രയാങ്കിൾ ABC, ഇവിടെ 30 ഡിഗ്രിയാണ്. സ്മോളർ സൈഡ് തന്നിരിക്കുന്നത് 4 ആണ്. അതർ 2 സൈഡ്സ് കാണണം. വേറൊരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ 45 ഡിഗ്രിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് 3 ആണ്. അത് PQR ആണ്. PQR. ഇൻ ദി ഗിവൺ ഫിഗർ ഫൈൻഡ് ദി അതർ 2 sides ഓഫ് ദി ട്രയാങ്കിൾസ് ബിലോ എന്നാണ് പറഞ്ഞത്. ഇൻ ട്രയാങ്കിൾ ABC 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എല്ലാവർക്കും അറിയാം. ഇൻ ട്രയാങ്കിൾ ABC 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്തായിരുന്നു? സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2 അല്ലേ? സ്മോളർ സൈഡ് എന്ന് പറഞ്ഞാൽ 30യുടെ ഓപ്പോസിറ്റ്. 30യുടെ ഓപ്പോസിറ്റ് എത്രയാണ് മക്കളെ? 4 അങ്ങനെയാണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 8 മിഡിൽ സൈഡ് എത്രയായിരിക്കും? 4√3 ആണ്. പഠിച്ചതാണ്. 4 4√3 8. 5 ആണെങ്കിലോ 5 5√3 10. സ്മോളർ സൈഡ് 6 ആണെങ്കിലോ 6 6√3 12. 8 ആണെങ്കിൽ 8 8√3 16. 10 ആണെങ്കിൽ 10 10√3 20. 5 ആണെങ്കിൽ 5 5√3 10. അപ്പോൾ ഇവിടെ 4 ആണ് സ്മോളർ സൈഡ്. ലാർജർ സൈഡ് അതിൻ്റെ ഡബിൾ 8. മിഡിൽ സൈഡ് √3 4√3. അപ്പോൾ അടിയിൽ എഴുതി വെച്ചത് AC = 8 മീറ്റർ. ഇതൊക്കെ മീറ്ററാണ്. 3 മീറ്റർ 4 മീറ്റർ. ദെൻ BC = 4√3 മീറ്റർ. അതർ 2 സൈഡ് കിട്ടി. അടുത്ത ഫിഗറിലേക്ക് കണ്ണോടിച്ച് നോക്കൂ. ഏത് സൈഡ് റിലേഷനാണ് വരുന്നത്? 45 തന്നു കഴിഞ്ഞാൽ ഇവിടെ 45 ഇവിടെ 90 ആണെങ്കിൽ തേർഡ് ആംഗിളും മക്കളെ 45 അല്ലേ? ഏതാ റിലേഷൻ? 45 45 90. സ്മോളർ സൈഡ് 45ൻ്റെ ഓപ്പോസിറ്റ് എത്ര? 3. അടുത്ത സൈഡ് എത്രയായിരിക്കും വരിക? 3. ലാർജർ എത്രയാണ് വരിക? 3√2 3 3 3√2. 5 ആണെങ്കിൽ 5 5 5√2. 6 ആണെങ്കിൽ 6 6 6√2. 10 ആണെങ്കിൽ 10 10 10√2. 2 ആണെങ്കിൽ 2 2 2√2. 8 ആണെങ്കിൽ 8 8 8√2. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ PQs = ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. QR = 3 മീറ്റർ. ദെൻ PR = 3√2 മീറ്റർ എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണോ? യെസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്രോബ്ലം നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുള്ളൂ. ഇവിടെയും ചെറിയ ചെറിയ പ്രോബ്ലം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. തേർഡ് ക്വസ്റ്റ്യനിൽ അതർ 2 സൈഡ്സ് വരുന്നത് √3 and 1 ആണ്. അത് 30 60 90 കിട്ടുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹാഫാണ്. 45 45 90 വരുന്നത് ഒരു ഐസോസ്ലെസ് റൈറ്റ് ട്രയാങ്കിളാണ്. അത് ഒരു സെറ്റ് സ്ക്വയർ നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹാഫായിട്ടും ഒരെണ്ണം ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയിട്ട് വരുന്നതാണ് 45 45 90. സെറ്റ് സ്ക്വയർ ഒന്ന് എടുത്ത് മറച്ചു നോക്കുക. അതിൻ്റെ സൈഡ് റേഷ്യോ പഠിച്ചു. സൈഡ് റേഷ്യോ തന്നാൽ സൈഡ് കാണാനും നമ്മൾ പഠിച്ചു. ഇനി ഒരു 2 കൺസ്ട്രക്ഷനാണ്. അടുത്ത ആക്ടിവിറ്റി എഴുതുക. ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ്. 7 centimeter square and 11 centimeter square. Draw squares of areas 7 centimeter square and 11 centimeter square. അപ്പോൾ 7 centimeter സ്ക്വയറിലും 11 centimeter സ്ക്വയറിലും
ഏരിയ കിട്ടുന്ന സ്ക്വയർ ഫോം ചെയ്യണം. നോക്കാം. എ സ്ക്വയർ ആണ് 7 കിട്ടുന്നത്. ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? എ സ്ക്വയർ. എ സ്ക്വയർ 7 കിട്ടണം. അപ്പോൾ എ എത്ര വരിക? √7. √7 എങ്ങനെ നമ്മൾ ഉണ്ടാക്കും? സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പൈതഗോറസ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തണം. ഞാൻ അതിന് റഫ് ഫിഗർ ഇവിടെ വരയ്ക്കുകയാണ്. ഹൈപ്പോടെന്നിസ് 4ഉം ഓൾട്ടിറ്റ്യൂഡ് 3യും എടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുമോ നോക്കാം. ബേസ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെന്നിസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 16 മൈനസ് 7 7. അപ്പോൾ ബേസ് ഈക്വൽ ടു √7. Then in a right triangle, hypotenuse 4 cm and altitude 3 cm, we get base √7 meter. സെൻറ്റിമീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ. ഇനി കൺസ്ട്രക്ട് ചെയ്യാം. ബേസ് വരയ്ക്കുക. ലെങ്ത് ഒന്നും നമുക്ക് അറിയില്ല, ബേസായിട്ട് വരച്ചിട്ടേക്കുക. ഒരു കോർണറിൽ 90 ഡിഗ്രി വരയ്ക്കുക. സെറ്റ് സ്ക്വയറോ പ്രൊട്രാക്ടറോ വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. കോമ്പസ് എടുത്ത് 3 കട്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ 3 കട്ട് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ. ഈ പോയിൻ്റ്, കട്ടിംഗ് പോയിന്റിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുത്ത് ബേസിലേക്ക് വരയ്ക്കുക. കോമ്പസിൽ 4 എടുത്ത് ബേസിലേക്ക് വരച്ച് ജോയിൻ ചെയ്യുക. ഇതാണ് 4 സെൻറ്റിമീറ്റർ. ദെൻ എ ബി സി ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. എ ബി സി ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. എ സി ഈസ് ദി √7. അത് നമ്മൾ മോഡൽ ഫിഗറിൽ, റഫ് ഫിഗറിൽ എഴുതി വെച്ചത് കൊണ്ട് പിന്നീട് അത് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ എ സി സൈഡ് ആക്കിയിട്ട് സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യണം. ഡ്രോ പെർപെൻഡിക്കുലർ. എയും എക്സ്റ്റെൻഡ് ചെയ്യുക, സിയും 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. കോമ്പസിൽ എ സി എടുത്തു, ആർക്ക് സിയിൽ വെച്ചിട്ടും അതേ ആർക്ക് കട്ട് ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തു. ഈ സ്ക്വയറിൻ്റെ സൈഡൊക്കെ എന്തായിരിക്കും? √7 √7 √7. ഏരിയ എന്താണ് വരിക? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി പറയുന്നു ഡ്രോ 11 സെൻറ്റിമീറ്റർ സ്ക്വയറാ. കിട്ടുകിട്ടാച്ചിയാണല്ലേ 11. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്ത് കിട്ടണം? ഏരിയ ഓഫ് സ്ക്വയർ എത്ര കിട്ടണം? ഏരിയ ഓഫ് സ്ക്വയർ 11 ആണ് കിട്ടേണ്ടത്. അപ്പോൾ സൈഡ് എത്ര വരണം? √11 വരണം. നോക്കുക. എ സ്ക്വയർ ഈക്വൽ ടു 11, എസ് ഈക്വൽ ടു √11. ദെൻ പൈതഗോറസ് തിയറത്തിൽ സൈഡ് ഏതൊക്കെ വന്നാൽ 11 √11 കിട്ടും? ഹൈപ്പോടെന്നിസ് 6, ഹൈപ്പോടെന്നിസ് 6. ആൾട്ടിറ്റ്യൂഡ് 5. ഒന്ന് നോക്കിയേ നിങ്ങൾ, റഫ് ഫിഗർ വരയ്ക്കുക ആദ്യം. ഹൈപ്പോടെന്നിസ് 6ഉം ആൾട്ടിറ്റ്യൂഡ് 5ഉം. ബേസ് എത്രയാണ് വരുന്നത് നോക്ക്. ബി സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 36 മൈനസ് 25 11. ബീസ് ഈക്വൽ ടു √11 ആകിരുന്നത്. കറക്റ്റാണ്, √11. അപ്പോൾ നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? ആദ്യം ഒരു ലൈന് വെറുതെ മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു ലൈൻ വരച്ചു. ദെൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ 5 അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തു. കോമ്പസിൽ 6 എടുത്ത് ബേസിലേക്ക് കട്ട് ചെയ്തു. 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. ദെൻ എ ബി സി ട്രയാങ്കിൾ. ദിസ് ഈസ് √11. അവിടെ മോഡൽ ഫിഗറിൽ എഴുതി വെച്ചത് കൊണ്ട് സെപ്പറേറ്റ് വേറെ എഴുതണ്ട. 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് സാറേ ഇതിങ്ങനെ മൈൻഡിൽ പെട്ടെന്ന് എങ്ങനെയാകുമ്പോൾ കിട്ടുക അത് സൈഡൊക്കെ? അതിന് കുറച്ച് സ്ക്വയേഴ്സൊക്കെ ബൈ ഹാർട്ടാക്കി വെക്കുക. കുറച്ച് സ്ക്വയർ ബൈ ഹാർട്ടാക്കുക, ഒരു 25 വരെ. എന്നിട്ട് മാച്ചിങ് സൈഡൊക്കെ ഓൾറെഡി പ്രാക്ടീസ് ആകുമ്പോൾ അങ്ങ് കിട്ടും. ഇനി ഇവിടെ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർസ് വരയ്ക്കുക. ബി സി പോയിന്റിലെടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക. 2 ആർക്ക് കട്ട് ചെയ്ത് സ്ക്വയർ വരച്ചു. അപ്പോൾ √7 സൈഡ് കിട്ടി. √11ഉം സൈഡായിട്ട് 2 സ്ക്വയർ വരച്ചു. കൺസ്ട്രക്ഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഏത് തിയറത്തിനെ ബേസ് ചെയ്തിട്ട് അതൊക്കെ വരയ്ക്കുന്നത്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറത്തിനെ ബേസ് ചെയ്ത് നമ്മൾ സൈഡ് കാൽക്കുലേറ്റ് ചെയ്ത് ഇമാജിനറി കോൺസെപ്റ്റിൽ സൈഡ് കണ്ടുപിടിച്ചിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇമാജിനറി അത് കുറച്ച് ബൈ ഹാർട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഒന്ന് √10 √7 √11 √13 അങ്ങനെയുള്ള കുറച്ച് കേസുകൾ പഠിച്ചു വെച്ചാൽ മതി. അത് അങ്ങോട്ട് കറക്റ്റ് പ്രാക്ടിക്കൽ ആയിക്കോളും കേട്ടോ. അടുത്ത ആക്ടിവിറ്റി, എക്സ്പ്ലെയിൻ
ടു ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് എ സ്ക്വയർ ഓഫ് ഏരിയ 13 സെൻറ്റിമീറ്റർ സ്ക്വയർ. രണ്ട് കേസിൽ വരയ്ക്കാനാണ്. 13 സെൻറ്റിമീറ്റർ സ്ക്വയർ. 13 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ഏരിയ കിട്ടണം. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 13, എസ് ഈക്വൽ ടു √13. √13 ഉണ്ടാക്കുന്ന രണ്ട് കേസ്. ഒരു കേസ് എനിക്ക് കിട്ടി. ഏതാ? ബേസ് 3യും ഹൈറ്റ് 2. ഹൈപ്പോട്ടനസ് നോക്ക്. 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 9 പ്ലസ് 4 √13. ഹൈപ്പോട്ടനസ് കാണാൻ വേണ്ടിയാണ് പ്ലസ് ചെയ്യുള്ളൂ. ബാക്കി രണ്ട് സൈഡ് കാണാൻ മൈനസ് ആണ് ചെയ്യുക. ഇനി അടുത്തൊരു സൈഡ് എനിക്ക് കിട്ടുമായിരിക്കും. നോക്കുക. അടുത്തൊരു സൈഡ് ഞാൻ 7 ആക്കിയെടുത്തു. ഹൈപ്പോട്ടനസിനെ ബേസിനെ 6 ആക്കിയെടുത്തു. ഇനി ഓൾട്ടിറ്റ്യൂഡ് എന്താ കിട്ടുന്നത് നോക്കുക. 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ 49 മൈനസ് 36 √13 ആണ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടുന്നത്. രണ്ട് കേസോ പറഞ്ഞുള്ളൂ. തൽക്കാലം രണ്ട് കേസാണ് എഴുതി വെച്ചു. രണ്ടിനും റഫ് ഫിഗർ ഉണ്ടാക്കി. ഇനി ഫസ്റ്റ് കൺസ്ട്രക്ഷൻ. ബേസ് ഡ്രോ ലൈൻ 3 സെൻറ്റിമീറ്റർ. ഡ്രോ പെർപെൻഡിക്കുലർ. മാർക്ക് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ജോയിൻ ABC ഈസ് ദി റിക്വയർഡ് ട്രയാങ്കിൾ. ബേസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് 2 സെൻറ്റിമീറ്റർ. ദെൻ ഹൈപ്പോട്ടനസ് √13. ഡ്രോ പെർപെൻഡിക്കുലർ ത്രൂ എ ആൻഡ് പെർപെൻഡിക്കുലർ ത്രൂ സി. ഈ എയിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും ചിലവരത്. അപ്പോൾ ആര് പെർപെൻഡിക്കുലറാണത് കേട്ടോ. 90 ഡിഗ്രി വരയ്ക്കാൻ പറയുമ്പോൾ സെറ്റ് സ്ക്വയർ വെച്ച് 90 അങ്ങോട്ട് കിട്ടും. AC കോമ്പസിലെടുക്കുക. ഇവിടേക്കും കട്ട് ചെയ്തു. സിയിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്തു. ഇവിടെയും കട്ട് ചെയ്തു. ഒരു സ്ക്വയർ വളരെ മനോഹരമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. മനസ്സിലായല്ലോ. ഡ്രോ എ സ്ക്വയർ ഓൺ ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസിൻ്റെ മുകളിൽ സ്ക്വയർ ഉണ്ടാക്കി. ഹൈപ്പോട്ടനസ് ഈക്വൽ ടു √13. ബേസ് 3 ആൾട്ടിറ്റ്യൂഡ് 2 ഹൈപ്പോട്ടനസ് √13. പെർപെൻഡിക്കുലർ തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിനോട് കിട്ടും. കൺസ്ട്രക്ട് ചെയ്ത് ഞാൻ വെരിഫൈ ചെയ്യുമ്പോൾ നല്ലോണം കേൾക്കും കേട്ടോ. ഹൈപ്പോട്ടനസ് ഒക്കെ തിരിഞ്ഞായിട്ട് പോവാറുണ്ട്. അടുത്തതിൽ ബേസ് 6ഉം ഹൈപ്പോട്ടനസ് 7ഉം ഓൾട്ടിറ്റ്യൂഡിൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്പേസ് വെക്കണം. ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഭാഗം സ്പേസ് വെക്കുക. ബേസിൽ 6 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. 6 സെൻറ്റിമീറ്റർ ലൈൻ. ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അവിടെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് മെഷർമെൻറ്റ് അറിയത്തില്ല. 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. ഈ പോയിന്റിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡിലേക്ക് ആർക്ക് കട്ട് ചെയ്യാം. 7 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തു. ഈ പോയിന്റിൽ നിന്ന് ആൾട്ടിറ്റ്യൂഡിൻ്റെ മുകളിലേക്കാണ് ആർക്ക് കട്ട് ചെയ്യേണ്ടത്. ഡ്രോ എ ലൈൻ 6 സെൻറ്റിമീറ്റർ ബേസ്. ദെൻ 90 ഡിഗ്രി 1 end. Then draw an arc 7 centimeter from end points of the 6 to altitude. Altitude-ലേക്ക് വരച്ചു 7 centimeter line. Then we get altitude equal to √13. Root of 7 square minus 6 square 49 minus 36 √13 ആണ് കിട്ടുന്നത്. Draw perpendicular line both end. രണ്ട് എൻഡിൽ പെർപെൻഡിക്കുലർ വരച്ചു. Then √13 take compass mark other 2 arcs. രണ്ട് ആർക്ക് ഇവിടെ മാർക്ക് ചെയ്തു. We get square √13. അപ്പോൾ ഏരിയ ഓഫ് ദി സ്ക്വയർ 13 കിട്ടണമെങ്കിൽ സൈഡ് ഓഫ് ദി സ്ക്വയർ √13 വരണം. √13 രണ്ട് കേസിൽ ചെയ്തു. ബേസ് 3 ആൾട്ടിറ്റ്യൂഡ് 2 ഹൈപ്പോട്ടനസ് √13. ബേസ് 6 ഹൈപ്പോട്ടനസ് 7 ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √13. അപ്പോൾ എത്ര കൺസ്ട്രക്ഷൻ ചെയ്തു? 1 2 3 4 4 കൺസ്ട്രക്ഷൻ ചെയ്തു. √13 രണ്ട് ടൈപ്പ്. ഒരു √7 ഒരു √11. ഇനി ഒരു √10 വരയ്ക്കാൻ പറഞ്ഞാലോ? ഒന്ന് വരച്ചു നോക്കുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആർക്ക് പറയാൻ പറ്റും കോൺസെപ്റ്റിൽ പൈതഗോറസിൽ 10 കിട്ടുന്നത്? ബേസ് 3 ആൾട്ടിറ്റ്യൂഡ് 1. ബേസ് 3 ആൾട്ടിറ്റ്യൂഡ് 1 എടുത്ത് നോക്കി മക്കളെ. 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 9 പ്ലസ് 1 10 ആണ്. എ സ്ക്വയർ ഈക്വൽ ടു 10 ആണെങ്കിൽ എസ് ഈക്വൽ ടു √10 ആണ് വേണ്ടത്. ദെൻ
hypotenuse equal to root 10. Draw a line 3 centimeter, then perpendicular line one end 1 centimeter mark ചെയ്തു. Draw hypotenuse, then draw perpendicular, mark root 10, we get a beautiful square. The root 10 ആണ്. കൺസ്ട്രക്ഷൻ തല തിരിഞ്ഞ് പോവരുത്, പച്ച വെള്ളമാക്കിയിട്ടാണ് പറഞ്ഞിരുന്നത്. കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യുക, 90 ഡിഗ്രി വരയ്ക്കാൻ പറഞ്ഞാൽ 90 ഡിഗ്രി വരയ്ക്കുക, അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അല്ലാണ്ട് പെർപെൻഡിക്കുലർ പറയുമ്പം പാരലൽ വരയ്ക്കരുത്, പാരലൽ പറയുമ്പം പെർപെൻഡിക്കുലർ വരയ്ക്കരുത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ത്രീ ഫ്രാക്ഷൻസ് larger than root 2 and less than root 3. Larger than root 2 and less than root 3. ഇവിടെ കുറച്ച് വാല്യൂസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിലൊരു വാല്യൂ ആണ് റൂട്ട് 2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.41, റൂട്ട് 3 1.73. ഇത് ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 7, റൂട്ട് 10 അങ്ങനെ കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് സെൽഫ് അസസ്മെൻറ്റിൻ്റെ കൂടൊപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലായിട്ട് തരുന്നുണ്ട്, ഹിൻ്റായിട്ട് തരും. റൂട്ട് 2 അപ്രോക്സിമേറ്റ് വാല്യൂ നിങ്ങൾ വെറുതെ ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ മതി. റൂട്ട് 2 അടിക്കുമ്പോഴേക്ക് കാണും 1.4123 142 ഇങ്ങനെ പോവുക ചെയ്യുക. അതിൽ 2 നമ്പർ ഡിജിറ്റ്സ് വരുന്നത് സെലക്ട് ചെയ്ത് 1.41 ആൻഡ് 1.73. മോർ ദാൻ 1.41 കിട്ടണം, ലെസ് ദാൻ 1.73 കിട്ടണം. ഏതാ വരുന്നത്? ഒന്ന് 1.5 എടുത്തു, 1.6 എടുത്തു, 1.7 എടുത്തു, ശരിയല്ലേ? 1.5 ഈസ് ഗ്രേറ്റർ ദാൻ 1.41, ലെസ് ദാൻ 1.73. 1.6 ഈസ് ഗ്രേറ്റർ ദാൻ 1.41, ലെസ് ദാൻ 1.73. 1.7 ഈസ് ഗ്രേറ്റർ ദാൻ 1.41, ലെസ് ദാൻ 1.73. 15/10, 16/10, 17/10. 15/10 is the fraction. അതിനെ ഷോർട്ട് ആക്കേണ്ടവർക്ക് ആക്കാം 3/2, വേണമെങ്കിൽ 1/2 എന്നാക്കാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/2. 16/10 വേണമെങ്കിൽ ചിലവർക്ക് 2 കൊണ്ട് ചെയ്താൽ 8/5 എന്ന് കിട്ടും. അതിനെ വേണ്ടവർക്ക് മിക്സഡ് ആക്കുക 3/5. ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഷോർട്ടാക്കാൻ. 17/10 ഷോർട്ടാക്കാൻ പറ്റൂല, അതിനെ വേണേൽ മിക്സഡ് ആക്കാം. എങ്ങനെ? 1/7/10. ചെറിയ ക്ലാസ് പഠിച്ചതാണ്. മിക്സഡ് ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ക്ലാസ് പഠിച്ചതാണ്. ആക്കണേ ആക്കാം, അല്ലെങ്കിൽ ആക്കണ്ട. 15/10, 16/10, 17/10. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ, ഒരു 4 ടോപ്പിക്കുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ ചെയ്തത്. ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ നമ്പറൊന്നുമല്ല. ന്യൂ നമ്പേഴ്സ് മീൻസ് ഇറാഷണൽ നമ്പേഴ്സ്. വാട്ട് ഈസ് മീൻ ബൈ ഇറാഷണൽ നമ്പർ? ഇറ്റ് കനോട്ട് ബി റിട്ടൺ ആസ് ഇൻ ദി ഫോം p/q, റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 7, റൂട്ട് 11, റൂട്ട് 13. അതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ്. അതിലെ കാൽക്കുലേഷൻ, അതിൻ്റെ അഡിഷൻ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ സബ്ട്രാക്ഷൻസ് ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇപ്പം നമ്മൾ ചെയ്തു വെച്ചത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു തിയറത്തിനെ കുറിച്ച് പഠിച്ചു. പൈതഗോറസ് തിയറം. സ്ക്വയർ ഓഫ് ദി ലാർജർ സൈഡ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ 2 സൈഡ്സ്. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ സ്ക്വയർ ഓഫ് ദി ലാർജർ സൈഡ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ 2 സൈഡ്സ്. ദെൻ വേറൊരു പ്രോപ്പർട്ടി പഠിച്ചു. ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ 30 degree, 60 degree, 90 degree, the sides are in the ratio 1:√3:2. In any right triangle 45, 45, 90, the sides are in the ratio 1:1:√2. അങ്ങനെ 2 കേസ് പഠിച്ചു. പിന്നെ പ്രാക്ടിക്കലായിട്ട് കുറച്ച് കൺസ്ട്രക്ഷൻ ചെയ്തു, 5 കൺസ്ട്രക്ഷൻ ചെയ്തു. അത് വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് പഠിക്കുക. നിങ്ങൾ മിടുക്കരാണ്, കഠിനാധ്വാനം ചെയ്തോളുക. ഒന്നും ടെൻഷൻ അടിക്കേണ്ട, ചെയ്ത് പഠിച്ചാൽ മതി. മൈൻഡിൽ ഇനി മാത്സ് പേടി എന്ന് പറഞ്ഞ സാധനമില്ല. ഒഴിവാക്കുക, പേടി അങ്ങോട്ട് ഒഴിവാക്കുക, ഒരു പേടിയില്ല. നോർമലാക്കിയിട്ടിരുന്ന് പഠിക്കുക, വളരെ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, വർക്ക്ഷീറ്റ് തയ്യാറാക്കി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.